ഹലോ, ഞാൻ ഡോക്ടർ ശീതൽ. നമുക്ക് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മിത്തുകൾ നോക്കിയാലോ? അതിൽ നമ്പർ 1 മിത്ത് എന്ന് പറയുന്നത് എല്ലാവരും കേട്ട് പരിചയമുള്ളതായിരിക്കും. ആയുർവേദം ഒരു നാച്ചുറൽ സയൻസാണ്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ പച്ചമരുന്നുകളാണ്. അപ്പം അതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഡോസ് കൂടിയാലും പ്രശ്നമില്ല. മരുന്ന് ഇത്തിരി തെറ്റി കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഒറ്റമൂലി പ്രയോഗിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. കാരണം ഈ ഒരു മിത്ത് തന്നെയാണ്. ആയുർവേദം ഹെർബൽ മെഡിസിനാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിച്ചാലോ? ആയുർവേദം ഒരു ശാസ്ത്രമാണ്, കഴിക്കുന്നത് മരുന്നുമാണ്. കൃത്യമായ രോഗനിർണയം നടത്തിയ ശേഷം മാത്രം കൃത്യമായ മരുന്ന് കഴിച്ചാലേ നമുക്കതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ആയുർവേദത്തിലെ ചില ഹെർബ്സ്, അതായത് ആയുർവേദത്തിൽ പറയും എല്ലാ ചെടികളും, ലോകത്തുള്ള എല്ലാ ഒരു പുൽക്കൊടി പോലും മരുന്നാണ്, ഔഷധ ഗുണമുള്ളതാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട പോലെ കൃത്യമായി ഉപയോഗിക്കണം. ചില മരുന്നുകൾ, ഇപ്പോൾ വത്സനാഭ, ബെല്ലാതക പോലെയുള്ള മരുന്നുകളൊക്കെ വളരെ കൃത്യമായി ശോധന ചെയ്ത് കൃത്യ അളവിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനതിൻ്റേതായിട്ടുള്ള ദോഷവശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒറ്റമൂലി പ്രയോഗങ്ങൾ ചെയ്യുന്നവർ, ചിലർ വീട്ടിൽ പലപ്പോഴും ഒറ്റമൂലി പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ചില അസുഖങ്ങൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കഴിച്ചാൽ മാറ്റം വരും എന്നുള്ളത്. അതങ്ങനെ മനസ്സിൽ പതിയുകയും വിദഗ്ധനായി പഠിച്ചു പാസ്സായിട്ടുള്ള ഡോക്ടറെ കാണാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചികിത്സിക്കുകയും അത് പിന്നീട് പ്രശ്നമായി തീരുകയും ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആയുർവേദം ഒരു ശാസ്ത്രമാണ്. കഴിക്കേണ്ടത് കൃത്യമായ അസുഖത്തിന് കൃത്യമായ മരുന്നാണ്. അത് കൃത്യമായ അളവിലായിരിക്കണം, കൃത്യസമയത്തായിരിക്കണം. അതായത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ടവ മുൻപും ശേഷം കഴിക്കേണ്ടവ ശേഷവും തന്നെ കഴിച്ചിരിക്കണം.